ഹലോ, ഐ ആം സ്റ്റാർ ഫസ്റ്റ് ജെ. സ്റ്റാർ ജെ ചാനലിൽ നിന്നാണ്. സ്റ്റാർ ജെ പേജിൻ്റെയും ഗ്രൂപ്പിൻ്റെയും വാർഷികത്തോടനുബന്ധിച്ച് ഒരു ചെറിയ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്, സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് വന്നത്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർ ജെ പാർട്ടി. അതിൻ്റെ സിമ്പിൾ സ്റ്റാറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു വോട്ട് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. സാറിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാറിനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. എനിവേ, സാറിൻ്റെ മാനേജർ താങ്കളാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് യു ആർ ദി പാർട്ട് ഓഫ് ട്രിപ്പിൾ സ്റ്റാർ ജെ. ഓ, മനസ്സിലായി. സ്റ്റാർ ജെ ഫാനല്ലേ? സാറിനെ കാണാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തത് നീയല്ലേ? അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ? അല്ലേ? ഇനിയിപ്പോൾ വേറെ നോക്കാം. ഭയങ്കര ക്ഷീണമാണ് എനിക്ക്. വെള്ളം അടിച്ചിട്ടല്ല, അടിച്ചെന്നുള്ള നേരമാണ്. പക്ഷെ ഈ അടിയല്ല, ഈ അടി സെൽഫി അതിൻ്റെ ക്ഷീണമാണ്. സ്പേസിൽ നിന്ന് സാർ ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കുറച്ച് നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് ഇന്നലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് അടിയായിരുന്നു. സിംഗിള്. ഹലോ സാറേ. ഓ, നമ്മുടെ അളിയൻ വന്നിട്ടുണ്ട്. സാറേ, പിന്നെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ? നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്. സ്റ്റാർ ജെ ജോൺസൺ ബേബി പേജിലാണെങ്കിൽ ആ പടം 112 ലൈക്കാണ്. പിന്നെ വീഡിയോയുടെ കാര്യമാണെങ്കിൽ അതിൽ വലിയ വ്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് സാറിൻ്റെ ഒരു മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്തിനെന്ന് വെച്ചാൽ, ആ ഗ്രൂപ്പിലും പേജിലും ലൈക്ക് അടിക്കാത്തവരെയൊക്കെ അങ്ങ് എടുത്ത് കള സാറേ. 10-25 കോടി ലക്ഷ്യം ഇട്ടിട്ടല്ലേ സാറ് ഈ വീഡിയോ ഒക്കെ അങ്ങ് അപ്ലോഡ് ചെയ്തത്. മിനിമം ഒരു 10,000 വ്യൂ ഉണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും കിട്ടും. ലൈക്കും വ്യൂവും കിട്ടാത്തടത്തോളം കാരണം സാറിന് ഈ ബിസിനസ് കൊണ്ട് യാതൊരു പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു രൂപ പോയിട്ട് ഇന്നും കിട്ടുക സാർ. ഇനിയിപ്പോൾ 1 രൂപ കിട്ടിയെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് സാർ എന്തിനുമായിരം ഉണ്ടാകാൻ പോകുന്നു? സാറേ, ഞാൻ എന്തായാലും അവനെ അങ്ങ് പറഞ്ഞോളാം. സാറാ ഒന്ന് സെറ്റാണ്. ഇല്ല സാറേ, ഞാൻ സാറിനറിയാമല്ലോ, ഞാൻ ഭയങ്കര ക്ഷീണമാണ് എനിക്ക്. ഈ ലൈക്ക് അടിക്കണവന്മാരും അവളുമാരും ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ പേജിൽ മതി. അല്ലാത്തവരൊക്കെ എടുത്ത് കള സാറ്. ഇനിയിപ്പോൾ സാറിൻ്റെ വീഡിയോ ലൈക്ക് അടിക്കാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ ലൈക്ക് അടിക്കും സാർ. സത്യമാണ് സാറേ. സാറിൻ്റെ വീഡിയോ ആരും ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഞാൻ അടിക്കും. സത്യം സാറേ. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അത് വരാൻ പോകുന്ന വീഡിയോ അത് ഞാൻ അപ്ലോഡ് ചെയ്യും. ശരി, സാറും അപ്ലോഡ് ചെയ്തു. ഓക്കെ, അവനെ അങ്ങോട്ട് വിടാം. നീ അങ്ങോട്ട് ചെല്ലും. നീ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല തന്നെ? എന്നാ കേട്ടോ. Star J promo song repeat. J Star J triple Star J king of stars. J Star J. സാർ, ക്യാമറ റെഡിയാണ് സാർ. ചോദ്യങ്ങളൊന്നുമില്ല സാർ. സാറിൻ്റെ ഒരു കൺസെപ്റ്റ് ഇതിലൂടെ ഒന്ന് പറഞ്ഞാൽ മതി സാർ. ഓക്കെ സാർ. Star J triple star J king of stars J star J. ഇത് ട്രിപ്പിൾ സ്റ്റാർ ജെ ഒരുമിച്ച് ചെയ്ത ആദ്യത്തെ വീഡിയോ ആണ്. ഈ ഒരു അവസരത്തിൽ സ്റ്റാർ ജെ ജോൺസൺ ബേബി പേജും സ്റ്റാർ ജെ ജോൺസൺ ബേബി ഫാൻസ് അസോസിയേഷനും വാർഷികത്തോടനുബന്ധിച്ചാണ് ചെയ്യുന്ന ഫസ്റ്റ് ട്രിപ്പിൾ സ്റ്റാർ ജെ ഒരുമിച്ച് വരുന്ന സ്ക്രീനാണ് ആദ്യത്തെ. ഇതിലൂടെ ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഇതൊരു പ്രൊമോഷണൽ ഭാഗമായിട്ടും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഫാൻസുകാരോടായിട്ട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിൽ പേജിൽ ലൈക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ വീഡിയോസിലും ലൈക്കോ ഷെയറിങ്ങോ ഇല്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ള കാര്യമാണ്. ഇത് പറയുന്നത് ശരിക്കും ഒരു ബിസിനസ്, ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും ആയിട്ടില്ല. ഇനി ഒരു 1000 വ്യൂ ആയാലേ നമുക്കറിയാം പൈസ ഇങ്ങോട്ട് കിട്ടി തുടങ്ങുള്ളൂ. ഇതൊരു പേജ് ലൈക്ക് അടിച്ചവരും വീഡിയോ ലൈക്ക് അടിച്ചവരും അതുപോലെ തന്നെ തുടർന്നിട്ട് ഒന്നും ചെയ്യാത്തവർ ഇതിൽ നിന്ന് റിജക്റ്റ് ആവണം. അതായത് നമ്മുടെ ഈ
ഗ്രൂപ്പിൽ നിന്നും പേജിൽ നിന്നും എല്ലാവരും പോകണം. ശരിക്കും കഫേ പോയിട്ടാണ് ഈ പ്രൊമോഷൻ വർക്ക് ചെയ്യാറ്. അപ്പം സമയം പോക്കാണ്, പിന്നെ അതുപോലെ തന്നെ പൈസയും പോക്കാണ്. അപ്പം ഗ്രൂപ്പിൽ നിന്ന് റിജക്റ്റ് ആയവരെ പിന്നെയും ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സമയം തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഉള്ളവരെ മാത്രം ആഡ് ചെയ്താൽ മതി, അവർക്ക് ഷെയർ ചെയ്താൽ മതി. അപ്പം മിനിമം ലൈക്ക് ചെയ്യാത്തവർ ഗ്രൂപ്പിൽ നിന്നും പേജിൽ നിന്നും പോവുകയോ അല്ലെങ്കിൽ അൺഫ്രണ്ട് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതിനുള്ള സമയമില്ല. ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇരുന്ന് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ദിവസം തന്നെ പോകും. അപ്പോൾ തന്നെ സമയം പോക്കാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സൗകര്യമാണ്. ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അല്ല, ഒരു ഫാൻഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും റിക്വസ്റ്റ് അയച്ചത്. അപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ട് ലൈക്ക് അടിച്ചാൽ ഇങ്ങോട്ട് അടിക്കുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് ലൈക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇപ്പോഴും ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ തുടരുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അൺഫ്രണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, keep on doing, watching my Star J Johnson Baby page, promote my videos and promote my group Star J Johnson Baby Fans Association and be a part of my group and page. പിന്നെ ഇതൊരു കോവിഡിൻ്റെ കാലമാണ്. എല്ലാവരും പറയുന്നത് ഈ ഒരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള പുതിയ ഐഡിയാസ് കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറേ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് കോവിഡിൻ്റെ കാലം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മുടി സ്വന്തമായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിൽ ഈ കാണുന്ന ഹെയർ സ്റ്റൈൽ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. കോവിഡിൻ്റെ കാലം വരെ കാത്തിരുന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും ചെയ്യണം എന്ന് ഒരു കാര്യം തോന്നിയാൽ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ലൈക്ക് അടിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ അതുവഴി എനിക്ക് ഒരു പ്രൊമോഷൻ തന്നുകൊണ്ട് ഇനിയും മുമ്പോട്ട് പോകണമെന്ന് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് സ്റ്റാർ ജെ സൈനിങ് ഓഫ്. Star J,